ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. ഡീസൽ എന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. ദില്ല് ബാർ രാജ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് 3 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 8 വസന്തിൽ എന്ന് പറഞ്ഞ അടുത്തിന്റെ ലിറിക്കൽ വീഡിയോ വരാൻ പോവാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. അന്തമ എന്നാണ് ഫസ്റ്റ് സിംഗിളിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആ ലിറിക്കൽ വീഡിയോ വരുന്നത് മാർച്ച് 3-ാം തീയതി അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കവിനും ആൻഡ്രിയ ജെർമിയും മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നതാണ്. അവിടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് രാവിലെ 10:00 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ DD നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞ അടുത്ത കിസ്സ 47 എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് വരും എന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ പാട്ടിന്റെ ജോക്ക് ബോക്സ് പുറത്തിറങ്ങി. പിന്നെ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിന്റെ ടീസറിന്റെ തീം പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ആ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ട് 2 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗൗതം രാം കാർത്തികിന്റെ പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലത്തെ സിംഗിൾ വരാൻ പോവാണ്. IOD എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ലിറിക്കൽ വീഡിയോ ആണ് പുറത്തിറങ്ങാൻ പോകുന്നത് ഫെബ്രുവരി 27-ാം തീയതി എന്ന് വെച്ചാൽ നാളെ. ടൈം എന്തായാലും അറിയിച്ചിട്ടില്ല, ഇന്ന് മിക്കവാറും അറിയിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഒസേപ്പിന്റെ ഒസേത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർച്ച് 7-ാം തീയതിയാണ് പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ജെന്റിൽ വുമൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ ആസൈ നായകി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 6 മണിക്ക് വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ പടത്തിലത്തെ മാലോകരെ ചെവി കൊള്ളന്നെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, അതിന്റെ വീഡിയോ സോങ് ആണ് പുറത്തിറങ്ങുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് ഹുസിൻ ഷാമാണ് പാട്ട് പാടുന്നത്. എന്തായാലും പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീച്ചർ ഇന്നലെ വരും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ടീച്ചർ വന്നിട്ടുണ്ട്. 2 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ അടുത്തത്തെ കണ്ണാന്നി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഫെബ്രുവരി 28-ാം തീയതി പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ മറ്റന്നാൾ. പിന്നെ സഞ്ജയ് ദത്ത്, മോനി റോയ്, സണ്ണി സിംഗ്, പലക് തിവാരി, ആസിഫ് ഖാൻ, പിന്നെ പുതിയൊരു ആക്ടറായി നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇവരൊക്കെ അഭിനയിക്കുന്ന പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്ന് ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ള അറിയിച്ചിട്ടില്ല. പിന്നെ മോഹൻജി എന്ന് പറഞ്ഞ ആളുടെ അടുത്ത പടത്തിന്റെ അനൗൺസ്മെന്റ് വരാണ് ഇന്ന് 11:59 എന്ന് വെച്ചാൽ ഉച്ച സമയമൊക്കെ ആകുമ്പോൾ. പിന്നെ സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണൂസ് ഇൻഫോർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിന്റെ പ്രൊഡക്ഷൻ നമ്പർ 2 അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് നടക്കാൻ പോവാണ്. കാർത്തിക് സുബരാജ് ആയിരിക്കും അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യുക. അതിന്ന് 5:01 പിന്നെ സുധാകർ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ സുധാകരുണ്ട്, അതേമാതിരി അഥർവുണ്ട്, രവിമോഹൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഫോട്ടോ ആണ്. പിന്നെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ പടത്തിലത്തെ മനം പെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദുൽഖർ സൽമാനും സൗബിൻ ഷായറും വന്നിരിക്കുന്ന പടം. എന്ന് വെച്ചാൽ സൗബിൻ ഷായർ ഡയറക്ഷൻ ചെയ്തിട്ട് ദുൽഖർ സൽമാൻ നായകനായിരുന്നു പടം. അവിടത്തിന്റെ ഷൂട്ട് ഈ ജൂലൈയിൽ തുടങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് ഈ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കോഴിക്കോട് ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടും അതേമാതിരി ബീച്ചിലും വെച്ചിട്ടായിരിക്കും ഷൂട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ജീവപ്രകാശ് മെയിൻ കഥാപാത്രം എത്തുന്ന പടം കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോവാണ് ഈ ഫെബ്രുവരി 27-ാം തീയതി എന്ന് വെച്ചാൽ നാളെ. ടൈം അറിയിച്ചിട്ടില്ല, അതിന്റെ ടൈം മിക്കവാറും ഒന്നും അറിയിക്കുന്നുണ്ടായിരിക്കും. മാർച്ച് 7-ാം തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ പ്രഭാസിനെ വെച്ചിട്ട് പ്രശാന്ത് വർമ്മ ഒരു പടം എടുക്കേണ്ടതെന്നുള്ള കേട്ടിരുന്നു മുന്നേ. എന്തായാലും അത് ഏകദേശം കൺഫേം ആയ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ടെസ്റ്റ് ഷൂട്ട് ഈ ആഴ്ചയിൽ നടക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ദൃശ്യം 3 എന്ന് പറഞ്ഞ പടത്തിന്റെ ഹിന്ദി വെർഷൻ അജയ് ദേവ്ഗൻ നായകനായെത്തുന്ന പടം. അവിടത്തിന്റെ ഷൂട്ട് ഈ ഓഗസ്റ്റിൽ തുടങ്ങുന്നുള്ള രീതിയിൽ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് ഉണ്ടാവില്ല, ഫേക്ക് ന്യൂസ് ആണെന്നുള്ളതാണ്. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞാണ് ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. എന്തായാലും ഇപ്പോൾ ഫേക്ക് ന്യൂസ് ആണെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ എൽ ടി എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ക്യാരക്ടർ നമ്പർ 3 ആയിട്ട് പുറത്തിറക്കിയിട്ടുള്ള അഭിമന്യു സിംഗിന്റെ പേര് ബൽരാജ് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇതിന് പോസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. ഇനി 2 പോസ്റ്റേഴ്സാണ് ബാക്കിയുള്ളത്. എന്നത്തോടെ കഴിയും. പിന്നെ മമ്മൂട്ടിയുടെ കളം കാവിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതേമാതിരി ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒക്കെ പടത്താണ് നടത്തിയത്. എന്തായാലും ഈ പടം മെയ്യിലായിരിക്കും റിലീസ് ആകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഈ 2025 മെയ് മാസത്തിലൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ റിലീസ് വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആദിക് രവിചന്ദ്രൻ മാർക്കന്യ എന്ന് പറഞ്ഞ പടത്തിനെ എടുക്കുന്ന പടമാണ് അജിത് കുമാറിനെ വെച്ചിട്ട്. എന്തായാലും ഈ പടത്തിന്റെ ടീച്ചർ ഈ ഫെബ്രുവരി 28-ാം തീയതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അതിപ്പോൾ എന്തായാലും അതിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഇതിൽ അജിത് കുമാറിനെ ശരിക്കും കാണിച്ചിട്ടില്ല, പിള്ളേരാക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ടീച്ചറിന്റെ അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ. എന്തായാലും ഫെബ്രുവരി 28-ാം തീയതിയാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ ഓൺ ഫെബ്രുവരി 28 മാമ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിലത്തെ ജീവപ്രകാശിന്റെ സ്കോർ തന്നെ കിഡ്ലനായിട്ടാണ് തോന്നുന്നത്. പടം ഗംഭീരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.